ആറന്മുള ഉത്രട്ടാതി ജലമേളയിൽ മന്നം ട്രോഫി കരസ്ഥമാക്കുകയും 2019 രണ്ടാം സ്ഥാനത്ത് എത്തുകയും ഉണ്ടായി. ക്യാപ്റ്റൻ ശ്രീ മനീഷ് കുമാർ MM, പ്രതിനിധികൾ ശ്രീ R ബാലചന്ദ്രൻ പിള്ള, ശ്രീ പ്രദീപ് കുമാർ TG, ഉടമസ്ഥാവകാശം ശ്രീ വേണുഗോപാലൻ പള്ളിയോട സമിതി. അളവുകൾ: നീളം 42 അരക്കോൽ, ഉടമ 62 അങ്കുലം, അമരം 16 അടി, തുടിച്ചിൽക്കാർ 60 പേർ, അടനയമ്പ് കരയും കോടിയാട്ടുകരയും ഇടപ്പാവൂരും ഈ ബാച്ച് പള്ളിയോടങ്ങളുടെ ഒന്നാം ഹിൽസിൽ അങ്ങനെ തുടങ്ങിയെത്തുകയാണ്. പാത്തരത്തിനാർത്തി പോക്കി കീർത്തി പാർത്തനുളവാക്കി കാത്തരും തിരുവാറന്മുള നായക കാൽത്തളിൽ അടിയിൽ വീണ് വണങ്ങുപോരെന്ന് കാത്തുകൊള്ളേണമേ പോറ്റി കമലാകാന്ത എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ബാച്ച് പള്ളിയോടങ്ങളുടെ ആദ്യ ഹിൽസിൽ 3 പള്ളിയോടങ്ങൾ അങ്ങനെ പങ്കെടുക്കുകയാണ്. നേപ്രം ദൈവറവുങ്കര, കോടിയാട്ടുകര, ഇടപ്പാവൂർ പള്ളിയോടങ്ങൾ. തിരുവാറന്മുളയപ്പന്റെ തിരുവോണത്തോണിക്ക് അകമ്പടി സേവിക്കുവാനുണ്ടായിരുന്ന കോടിയാട്ടുകരയുടെ പഴയ പള്ളിയോടം കാലപ്പഴക്കത്തിൽ നശിച്ചു പോയപ്പോൾ പഞ്ചിപ്പാട്ടിന്റെ താളലയത്തിൽ തുണയറിഞ്ഞ് പള്ളിയോടങ്ങളുടെ പൂരക്കാഴ്ചയായ ആറന്മുള ഉത്രട്ടാതി ജലോത്സവത്തിൽ വീണ്ടും പങ്കെടുക്കുവാൻ 2015 അയിരൂർ ചലപ്പരാചാരിയുടെ നേതൃത്വത്തിൽ പുത്തൻ പള്ളിയോടം പണിത് നീട്ടിനിറക്കിയ കോടിയാട്ടുകര പള്ളിയോടങ്ങൾ തുടങ്ങിയെത്തുകയാണ്. പള്ളിയോടങ്ങൾ ഉണ്ടായ കാലം മുതൽ സ്വന്തമായി പള്ളിയോടമുണ്ടായിരുന്ന കര ഇടപ്പാവൂർ പള്ളിയോടമങ്ങനെ തുഴഞ്ഞെത്തുന്നു. ഇടപ്പാവൂർ പള്ളിയോടത്തിന്റെ ക്യാപ്റ്റൻ ഋഷിഎസ് നായർ, കോടിയാട്ടുകരയുടെ ക്യാപ്റ്റൻ അരുൺ രാധാകൃഷ്ണൻ, നേപ്രം ദൈവങ്ങളുടെ ക്യാപ്റ്റൻ ശ്രീ മനീഷ് കുമാർ MM. അങ്ങനെ 3 പള്ളിയോടങ്ങളും ഈ ബാച്ച് പള്ളിയോടങ്ങളുടെ ഒന്നാം ഹിൽസിൽ പങ്കെടുത്ത് ഇതാ ഈ സത്രക്കിഴവിൽ ഫിനിഷിംഗ് പോയിന്റ് കടന്നു കഴിയുമ്പോൾ ഈ രണ്ടാം പാദ മത്സരം ആരംഭിക്കുകയാണ്. പുതുക്കുളങ്ങരയും പൂവത്തൂർ കിഴക്കും പങ്കെടുക്കുന്ന ഈ ബാച്ച് വള്ളങ്ങളുടെ രണ്ടാം പാദ മത്സരം ഇപ്പോൾ അങ്ങ് പരപ്പുഴ കിളവിൽ നിന്നും ഈ സത്രക്കിളവിലേക്ക് ആരംഭിക്കും. ഇനി വരാനുള്ളത് പുതുക്കുളങ്ങരയും പൂവത്തൂർ കിഴക്ക് പള്ളിയോടങ്ങളുമാണ്. പുതുക്കുളങ്ങര പള്ളിയോടം 1001 പാളയുടെ വലിയ കോലത്തിലൂടെ പടയണിക്കടത്തിൽ വിസ്മയം തീർക്കുന്ന പുതുക്കുളങ്ങരയിൽ നിന്ന് പുണ്യ നദിയായ പമ്പയുടെ വിരിമാറിൽ വിസ്മയ കാഴ്ചയുടെ പൂരമൊരുക്കുവാനാണ് പുതുക്കുളങ്ങര പള്ളിയോടം എത്തുന്നത്. പുതുക്കുളങ്ങര ഭഗവതിക്ക് മുൻപിൽ പന്തം കൊളുത്തിയ കോലത്തിനെ പോലെ ഭക്തിയും ആദരവും തിരുവാറന്മുളയപ്പന്റെ പള്ളിയോടത്തിനും കര നൽകുന്നു. പഴയ കാലത്ത് പുതുക്കുളങ്ങര ഉൾപ്പെടുന്ന ഓതറക്കരയ്ക്ക് പള്ളിയോടം ഉണ്ടായിരുന്നുവെന്നും ആ പള്ളിയോടം കൈമാറി ചെന്നിത്തലക്കരയിലെത്തുകയും അതേ പള്ളിയോടം ചെന്നിത്തലയിൽ നിന്നും വാങ്ങിയാണ് 2010 പുതുക്കുളങ്ങരയ്ക്ക് പള്ളിയോടം ഉണ്ടായത്. 2018 പ്രളയ സമയത്ത് വള്ളസദ്യയ്ക്കായി ആറന്മുളയിൽ ഉണ്ടായിരുന്ന പള്ളിയോടത്തെ മഹാപ്രളയം പാടെ തകർത്തതിനെ തുടർന്ന് 2022 അയിരൂർ സന്തോഷ് ആചാര്യയുടെ നേതൃത്വത്തിൽ പുതുതായി നിർമ്മിച്ച് നീരണിഞ്ഞ പള്ളിയോടമാണ് നിലവിലുള്ളത്. പള്ളിയോടത്തിന്റെ ക്യാപ്റ്റൻ ശ്രീ ഹരിദാസ്, പ്രതിനിധികളായി ശ്രീ G സുരേഷ് കുമാർ, ശ്രീ CS സുരേഷ് കുമാർ. കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ, ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ, ലോകത്തിന്റെ വിവിധയിടങ്ങളിൽ വള്ളംകളികൾ നടക്കാറുണ്ട്. പക്ഷെ ആറന്മുളയിൽ നടക്കുന്നത് വള്ളം കളിയല്ല, ആറന്മുളയിൽ നടക്കുന്നത് പള്ളിയോടങ്ങളുടെ മഹാസംഗമമാണ്. ഭഗവാൻ പാർത്ഥസാരഥി നിറചൈതന്യമായി കുടികൊള്ളുന്ന ഓരോ പള്ളിയോടവും ഈ പമ്പാ നദിയിൽ ഇങ്ങനെ ഈ ജലോത്സവത്തിൽ ഇങ്ങനെ സംഗമിക്കുമ്പോൾ ഇത്രയും ആനന്ദകരമായ ഒരു കാഴ്ച ജീവിതത്തിൽ മറ്റെന്താണ്? ഓരോ പള്ളിയോട സംഗമവും ഓരോ ഉത്രട്ടാതിയും കഴിയുമ്പോൾ അടുത്തൊരു വർഷത്തേക്ക് ഈ ഒരു കാഴ്ചയ്ക്കായി എല്ലാ ജനങ്ങളും പ്രാർത്ഥനയോടെ കാത്തിരിക്കുന്നു. ആ കാത്തിരിപ്പിന്റെ ഏറ്റവും സുഖസുന്ദരമായ അടയാളമായി ഈ വർഷവും ഉത്രട്ടാതി ജലോത്സവം ഇതാ അതിഗംഭീരമായി ഇവിടെ അങ്ങനെ നടക്കുകയാണ്. ഈ ബാച്ച് പള്ളിയോടങ്ങളുടെ രണ്ടാം ഹിൽസ് മത്സരത്തിൽ പങ്കെടുത്തുകൊണ്ട് പുതുക്കുളങ്ങരയും പൂവത്തൂർ കിഴക്കും ഇതാ തുടങ്ങിയെത്തുകയാണ്. അതിമനോഹരങ്ങളായ 2 പള്ളിയോടങ്ങൾ. ശ്രീ ഹരിദാസ് ക്യാപ്റ്റനായുള്ള പുതുക്കുളങ്ങരയും ശ്രീ എസ് ശരത്കുമാർ ക്യാപ്റ്റനായുള്ള പൂവത്തൂർ കിഴക്ക് പള്ളിയോടങ്ങൾ ഇതാ തുടങ്ങിയെത്തുന്നു. 5110 നമ്പർ ശ്രീ ദുർഗ NSS കരയോഗത്തിന്റെ ഉടമസ്ഥതയുള്ള പുതുക്കുളങ്ങരയും 577 നമ്പർ ശ്രീ നീലകണ്ഠവിലാസം NSS കരയോഗത്തിന്റെ ഉടമസ്ഥതയിലുള്ള പൂവത്തൂർ കിഴക്ക് പള്ളിയോടങ്ങൾ ഇതാ ചത്രക്കിടവിലേക്ക് അങ്ങനെ ഈ ബാച്ച് പള്ളിയോടങ്ങളുടെ രണ്ടാം പാദ മത്സരത്തിൽ പങ്കെടുത്ത് അങ്ങനെ തുടങ്ങിയെത്തുകയാണ്.
അതിമനോഹരങ്ങളായ കാഴ്ചകളുടെ ആരംഭ ഘട്ടങ്ങളാണ് സജ്ജനങ്ങളെ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഈ പമ്പാനദിയിലെ ഓരോ ജലഗണവും അമൃതിന് സമമായി, ആനന്ദം നിറയുന്ന അമൃതിന് സമമായി അക്ഷരാർത്ഥത്തിൽ മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൽ അതിശയോക്തിയുടെ അല്പസ്പർശം പോലുമില്ല. ഭാഗവതത്തിന്റെ ദശമസ്കന്ധത്തിൽ പറയുന്നത് പോലെ അന്നൊരു നാൾ നന്ദനന്ദനീശ്വരൻ സുന്ദരിമാരായ കാന്തമാരോടൊത്ത് വാരി നീലയ്ക്ക് നദിയിലിറങ്ങിനാൻ. അപ്പോൾ വിദുധരും അമ്പരമാർഗത്തിലെന്ന് പറഞ്ഞതുപോലെ അങ്ങ് ആകാശവീതിയിൽ ദേവവൃന്ദമാലയും അണിനിരന്നിട്ടുണ്ട് എന്നുള്ളത് യാതൊരു സംശയവുമില്ല. 51 അക്ഷരാളി കരുൾ നടുലരേ എന്ന് പ്രാർത്ഥിക്കുന്നത് പോലെ 51 പള്ളിയോടങ്ങളുടെ സമാഗമമാണ് ഇന്ന് ഭക്തയുടെ അത്താഴത്തിൽ ഇവിടെ ഇങ്ങനെ മംഗളകരമായി സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നത്. പാദസേവ ചെയ്ത് കിടക്കുന്നു തോട്ടപ്പുഴശ്ശേരി നാട് എന്ന് പറഞ്ഞാൽ അതിൽ തർക്കവിതർക്കങ്ങളില്ല. തോട്ടപ്പുഴശ്ശേരിയും വൻമഴിയും മംഗലവും അങ്ങനെ തുഴഞ്ഞെത്തുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, മത്സരത്തിന്റെ ആവേശമല്ല, മത്സരത്തിന്റെ വൈരാഗ്യമല്ല, മറ്റു പലയിടങ്ങളിൽ നടക്കുന്ന വള്ളം കളിയല്ല ഇവിടെ നടക്കുന്നത്. ഇവിടെ ജലോത്സവമാണ് നടക്കുന്നത്, ഇവിടെ ജലസമർപ്പണമാണ് നടക്കുന്നത്. സമ്മേളനത്തിന് വള്ളംകളിക്ക് ആശംസ അർപ്പിച്ചുകൊണ്ട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ജോർജ് എബ്രഹാം അവർ നമ്മളോട് 2 വാക്ക് സംസാരിക്കുന്നതാണ്. അദ്ദേഹത്തെ ആദരപൂർവ്വം പള്ളിയോട സേവാ സംഘത്തിന് വേണ്ടി ക്ഷണിച്ചുകൊള്ളുകയാണ്. പള്ളിയോട സേവാ സംഘം പ്രസിഡന്റ് ശ്രീ സാമദേവൻ അവർ ഉദ്ഘാടനം ചെയ്ത ബഹുമാന്യായ മന്ത്രി ശ്രീമതി വീണ ജോർജ്, ബഹുമാനപ്പെട്ട MLA അഡ്വക്കേറ്റ് പ്രമോദ് നാരായണൻ, വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന ജനപ്രതിനിധികളെ, പള്ളിയോട സേവാ സംഘ പ്രതിനിധികളെ, വിശിഷ്ട വ്യക്തികളെ, ഈ ജല മാമാങ്കം കാണുവാൻ തടിച്ചുകൂടിയിരിക്കുന്ന 10,000-കണക്കിനായ വള്ളംകളി വേദികളെ, സുഹൃത്തുക്കളെ, പമ്പാ നദിയുടെ തീരത്തുള്ള ഇടക്കളം തൊട്ട് ഏറ്റവും പടിഞ്ഞാറുള്ള ചെന്നിത്തല വരെ അടങ്ങുന്ന 52 കരകളുടെ ഉത്സവമാണ് ഇന്ന് ആറന്മുളയിൽ നടക്കുന്നത്. ചരിത്ര പ്രസിദ്ധമായ ഈ ആറന്മുള വള്ളംകളി ലോകത്തിന്റെ നെറുകയിൽ, ലോകത്തിന്റെ ടൂറിസ്റ്റ് ഭൂപടത്തിൽ എടുത്തു പറയത്തക്ക ഒരു സുപ്രധാന തിരുവാർമുളയപ്പന്റെ അനുഗ്രഹ ആശംസകളോട് നടക്കുന്ന ഈ വള്ളംകളി കേരളത്തിലെ ഏത് വള്ളംകളിയിൽ നിന്നും വേറിട്ട് നിൽക്കുന്നു എന്ന് നമുക്കറിയാം. എല്ലാ ആചാര അനുഷ്ഠാനങ്ങളും അത് ഏറ്റവും ഭംഗിയായി പാലിച്ചുകൊണ്ട് പാട്ടുപാടി തുഴഞ്ഞുകൊണ്ട് നടക്കുന്ന ഈ വള്ളംകളി ഈ 52 കരകളുടെയും ഉത്സവത്തിന്റെ അല്ലെ തിരുവോണത്തിന്റെ പ്രതീകമാണ് എന്നുള്ളതാണ് സത്യം. 52 കരകളുടെയും ജനങ്ങൾ ഇന്നൊരു ആവേശ തിമിർപ്പിലാണ്. ഈ ആരുടെ കരയാണ് ഇവിടെ വിജയിക്കുന്നതെന്ന് ആകാംക്ഷയോടെ കാത്തു നിൽക്കുന്ന ആയിരക്കണക്കിനായ ആൾക്കാർ ഈ വള്ളംകളി ഏറ്റവും മഹത്വകരമായി നടക്കുവാൻ ഇതിന്റെ പുറകിൽ പ്രവർത്തിച്ച എല്ലാവരെയും ആത്മാർത്ഥമായി അഭിനന്ദിച്ചുകൊണ്ട് എല്ലാ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് ഇത് പൂർവാധികം പ്രൗഢിയോടുകൂടി തുടർന്ന് നടത്തുവാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി ആശംസ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഈ ബാച്ച് പള്ളിയോടങ്ങളുടെ 4ാം പാദ മത്സരം നടക്കുകയാണ്. ആറാട്ടുപുഴയിൽ ഇടക്കുളവും ചെന്നിത്തലയും പുല്ലൂപ്പുറവും അങ്ങനെ നയന മനോഹരമായ കാഴ്ചകൾ സമ്മാനിച്ചുകൊണ്ട് അങ്ങനെ തുഴഞ്ഞെത്തുകയാണ്.
നിർമ്മല വാരിയിൽ വാരിജാത്യങ്ങളാ നിർമ്മല പുഷ്പത്തിൽ നിന്നും പവനനും മന്ദമായി വീയിട്ട് കന്നോല സംയുണം മെല്ലെ ഇളകുന്ന പുഷ്പ സുഗന്ധവും എന്ന് പറഞ്ഞതുപോലെ മണ്ണും മലരായി മാറി നിൽക്കുന്ന വെറും പാഴ്ജലം പോലും പാലാഴിയായി മാറി നിൽക്കുന്ന അതിസുന്ദരമായ കാഴ്ച സമ്മാനിച്ചുകൊണ്ട് 4 പള്ളിയോടങ്ങൾ ഈ മാച്ചിലെ അതിമനോഹരങ്ങളായ 4 പള്ളിയോടങ്ങൾ ആറാട്ടുപുഴ പള്ളിയോടം ക്യാപ്റ്റൻ ശ്രീ സന്തോഷ് കുമാർ, ആറാട്ടുപുഴ പള്ളിയോട സേവാ സമിതിയുടെ അതിമനോഹരമായ പള്ളിയോടം ആറാട്ടുപുഴ ചുണ്ടൻ, അതുപോലെ തന്നെ KK പ്രകാശ് ക്യാപ്റ്റനായുള്ള ഇടക്കുളത്തിന്റെ പള്ളിയോടം, അതുപോലെ എ രാജേഷ് ക്യാപ്റ്റനായുള്ള ചെന്നിത്തലയുടെ പള്ളിയോടം, അതുപോലെ ശ്രീ ഗിരീഷ് കുമാർ CG ക്യാപ്റ്റനായുള്ള മുല്ലൂപ്പുറത്തിന്റെ പള്ളിയോടം ഐതിഹ്യ പെരുമ കൊണ്ടും ചരിത്ര മഹിമ കൊണ്ടും ഏറെ മുന്നിൽ നിൽക്കുന്ന 4 പള്ളിയോടങ്ങൾ ഓരോ കളിയുടെയും അഭിമാനത്തിന്റെ ഉജ്ജ്വലമായ അഭിമാനത്തിന്റെ 4 പള്ളിയോടങ്ങൾ അങ്ങനെ തുഴഞ്ഞെത്തുകയാണ്. ആറാട്ടുപുഴയും ഇടക്കുളവും ചെന്നിത്തലയും മുല്ലൂപ്പുറവും അങ്ങനെ തുഴഞ്ഞെത്തുകയാണ്. അങ്ങ് മലപ്പുഴ കടവിൽ നിന്നും സത്രക്കടവിലേക്ക് ഒന്നിച്ചങ്ങനെ തുഴഞ്ഞെത്തുമ്പോൾ ഞാൻ സൂചിപ്പിച്ചുവല്ലോ, മത്സര വള്ളംകളി എന്നതിനപ്പുറം ഇത് നയനാനന്ദകരമായ കാഴ്ചയുടെ സമൃദ്ധിയാണ് സമ്മാനിക്കുന്നത്. സമൃദ്ധമായ ഓണം, സമൃദ്ധിയുടെ ഓണം, കാഴ്ചയുടെ സമൃദ്ധി സമ്മാനിച്ചുകൊണ്ട് ദ്വീപാറ്റ് പള്ളിയോടങ്ങളിലെ ആറാട്ടുപുഴയും ഇടക്കുളവും ചെന്നിത്തലയും മുല്ലൂപ്പുറവും ഇതാ ഈ ദ്വീപാറ്റ് പള്ളിയോടങ്ങളുടെ 3ാമത്തെ ഹീറ്റ്സിൽ ഈ മത്സര വള്ളംകളിയിൽ പങ്കെടുത്തിരിക്കുകയാണ്. ഇനി കടന്നു വരേണ്ടത് കോറ്റാത്തൂർ കൈലക്കോടി പള്ളിയോടവും ഈക്കൊടൂർ വയലത്തല പള്ളിയോടവും കടപ്പുറം പള്ളിയോടവുമാണ്. ഈ മാച്ച് പള്ളിയോടങ്ങളുടെ 5ാം പാദ മത്സരത്തിൽ 3 പള്ളിയോടങ്ങൾ അങ്ങനെ ആവേശത്തോടെ തുഴഞ്ഞെത്തുകയാണ്. കോറ്റാത്തൂർ കൈതകോടിയും ഈക്കൊടൂർ വയലത്തലയും കടപ്പുറയും പള്ളിയോടങ്ങൾ ഇങ്ങനെ ഒഴുകിയെത്തുമ്പോൾ ഈ ഉത്തരട്ടാതി ജലോത്സവത്തിന്റെ വിജയ ചരിത്രത്തിൽ ഒരുപാട് തവണ എഴുതി ചേർക്കപ്പെട്ട കോറ്റാത്തൂർ കൈതക്കോടി പള്ളിയോടം 81, 82, 83 വർഷങ്ങളിൽ തുടർച്ചയായി മന്നൻ ട്രോഫിയിൽ മുത്തമിട്ട പള്ളിയോടമാണ്. 2015 മന്നൻ ട്രോഫി കരസ്ഥമാക്കിയ പള്ളിയോടമാണ് ഈക്കൊടൂർ വയലത്തല. അതുപോലെ തന്നെ 74, 75, 77, 78 വർഷങ്ങളിൽ ഉത്തരട്ടാതി ജലോത്സവത്തിൽ മന്നൻ ട്രോഫി കരസ്ഥമാക്കിയ വള്ളമാണ് പള്ളിയോടമാണ് കടപ്പുറ പള്ളിയോടം. അങ്ങനെ കടപ്പുറ പള്ളിയോടവും ഈക്കൊടൂർ വയലത്തലയും കോറ്റാത്തൂർ കൈതകോടിയും ഇതാ ഈ മാച്ച് പള്ളിയോടങ്ങളുടെ ഈ 5ാം പാദ മത്സരത്തിൽ അങ്ങനെ പങ്കെടുക്കുകയാണ്. 3 പള്ളിയോടങ്ങൾ കോറ്റാത്തൂർ കൈതകോടി, ഈക്കൊടൂർ വയലത്തല ശ്രീ അശ്വിൻ ബി രാജീവ് ക്യാപ്റ്റനായുള്ള കോറ്റാത്തൂർ കൈതകോടി, ശ്രീ സതീഷ് പിള്ള ക്യാപ്റ്റനായുള്ള ഈക്കൊടൂർ വയലത്തല, ശ്രീ കൃഷ്ണകുമാർ ക്യാപ്റ്റനായുള്ള കടപ്പുറ പള്ളിയോടങ്ങൾ ഈ മാച്ച് പള്ളിയോടങ്ങളുടെ 5ാം പാദ മത്സരത്തിൽ പങ്കാളികളായി ഇതാ തിരുവാറന്മുള ദേവർക്ക് തിരുവാറന്മുള, ആ മഹാദേവന് തിരുവാറന്മുള, വിശ്വനാഥന് വൈകുണ്ഠനാഥന് തങ്ങളുടെ ഈ പള്ളിയോടമെന്നുള്ള തിരുമുൽക്കാഴ്ച അങ്ങനെ സമർപ്പിക്കുകയാണ്. പമ്പാ നദി എല്ലാവിധമായ സ്നേഹവാത്സല്യങ്ങളും നൽകി, എല്ലാവിധമായ സൗമ്യ സമീപനവും നൽകി ഒരമ്മ എന്ന പോലെ മക്കളുടെ ഈ സുന്ദരമായ കാഴ്ച അവതരണത്തിന് എല്ലാവിധമായ പിന്തുണയും അങ്ങനെ നൽകുകയാണ്. എഴുത്തച്ഛൻ പോലും രാമായണത്തിൽ ഏറെ പ്രകീർത്തിച്ച പമ്പാ സരസ്വതം ഉൽഫുല്ല പത്മ കൽഹാര കുമുദ നീലോത്പല മണ്ഡിതം ഹംസകാരണ്ഡവ ഷഡ്പദ കോകിര കുക്കുട കോയിഷ്ടി സർപ്പസിംഹ വ്യാഘ്രസൂകര സേവിതം പുഷ്പലതാ പരിവേഷ്ടിത മാധവ സൽഫര സേവിതം സന്തുഷ്ട ജന്തുകം പമ്പാസരസ്വതം ലോകമനോഹരമെന്ന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ശതവർഷങ്ങൾക്ക് മുൻപ് സാക്ഷാൽ അധ്യാത്മ രാമായണ കർത്താവ് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ പോലും പ്രകീർത്തിച്ച ഈ മണ്ണ് കൂടുതൽ വിശ്വപ്രസിദ്ധമായി നിൽക്കുന്നത് പമ്പയിലെ ഈ മഹോത്സവം ഒന്നുകൊണ്ട് തന്നെയാണ്. ശ്രീ അഭിമന്യു ക്യാപ്റ്റനായുള്ള പൂവത്തൂർ പടിഞ്ഞാറ്, ശ്രീ ജ്യോതിഷത്തെ ക്യാപ്റ്റനായുള്ള ചെറുകോൽ, ശ്രീ വിഷ്ണു ക്യാപ്റ്റനായുള്ള ഇടയാറുമുള്ള കിഴക്ക് എന്ന ഈ 3 പള്ളിയോടങ്ങളും ചരിത്രം വിജയ ചരിത്രമടക്കം ഏറെ പറയുവാനുള്ള 3 പള്ളിയോടങ്ങളാണ്. അങ്ങനെ പൂവത്തൂർ പടിഞ്ഞാറും ചെറുകോലും ഇടയാറുമുള്ള കിഴക്കും അങ്ങനെ തുഴഞ്ഞെത്തുകയാണ്. സമ്പൽ സമൃദ്ധി സൗഖ്യങ്ങൾ രിപുജയം കമ്പമെന്യേ കീർത്തി സന്തതി സൗഭാഗ്യം നാനാവിധം വിഭവങ്ങൾ ബലം ബഹുമാനവും വീര്യ വിദ്യ ആയുരാരോഗ്യവും നൽകണമേ പാർത്ഥസാരഥേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദിവ്യ കാരുണ്യമൂർത്തിയായ ഭഗവാൻ പാർത്ഥസാരഥിയെ പ്രകീർത്തിച്ചുകൊണ്ട് പൂവത്തൂർ പടിഞ്ഞാറും ചെറുകോലും ഇടയാറുമുള്ള കിഴക്ക് പള്ളിയോടങ്ങളും ഏവാച്ച് പള്ളിയോടങ്ങളുടെ 1ാം പാദ മത്സരത്തിൽ പങ്കെടുത്ത് അങ്ങനെ തുഴഞ്ഞു നീങ്ങുന്ന അതിമനോഹരമായ കാഴ്ച ഈ പമ്പയുടെ
മത്സരത്തിൽ ഇങ്ങനെ കാണുമ്പോൾ ഇത്ര മനോഹാരവും നിറഞ്ഞ ദൃശ്യങ്ങൾ കാണുവാനാണല്ലോ ഭഗവാൻ വീണ്ടും വീണ്ടും ആയുസ്സും ആരോഗ്യവും നീട്ടിത്തരുന്നത് എന്നുള്ള ആ ഒരു നന്ദി നിറഞ്ഞ സ്മരണയാണ് സർവ്വജനങ്ങൾക്കും ഉണ്ടാവേണ്ടത്. ആശംസകൾ നേരുന്നതിനായി എക്സമ്മന്റെ ശ്രീമതി മാലേത്ത് സരളാദേവി അവരുടെ രണ്ട് വാക്ക് സംസാരിക്കാനായി വിളിച്ചുകൊള്ളുകയാണ്. ആശംസകൾ അർപ്പിച്ച ശ്രീ പത്മകുമാർ എക്സമ്മല്ലിയോടുള്ള നന്ദിയും കടപ്പാടും ഔപചാരികതയുടെ പേരിൽ ആത്മാർത്ഥമായി രേഖപ്പെടുത്തുകയും കൂടി ചെയ്തുകൊണ്ട് താങ്ക് യു സർ. വള്ളിയോട് സേവാ സംഘത്തിൻ്റെ ഏറ്റവും ആദരണീയനായ പ്രസിഡന്റ് സാമദേവൻ അവറുകൾ, വള്ളിയോട് സേവാ സംഘത്തിൻ്റെ ബഹുമാന്യരായ മറ്റു ഭാരവാഹികൾ, ഇന്നത്തെ നമ്മുടെ ജലമേള ഔപചാരികമായി ഉദ്ഘാടനം നിർവഹിക്കാൻ പാർത്ഥസാരഥി അവസരം കൊടുത്ത ബഹുമാന്യായ ആരോഗ്യമന്ത്രി ശ്രീ വീണ ജോർജ് അവറുകൾ, ബഹുമാനപ്പെട്ട നമ്മുടെ ജയസൂര്യ അവറുകൾ, ബഹുമാന്യനായ നമ്മുടെ കളക്ടർ ഉൾപ്പെടെയുള്ള ബഹുമാന്യരായ വിശിഷ്ട അതിഥികൾ, ഈ നാട്ടിലെ സ്നേഹനിധികളായ സഹോദരി സഹോദരന്മാരെ, കുഞ്ഞുങ്ങളെ, പ്രിയപ്പെട്ടവരെ, നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇന്ന് വരെ ഈ ആറന്മുളയിലെ ഉച്ചത്തായ ജലമേള വന്നാൽ തീരുന്നവരെ ഇവിടെ ഇരിക്കാനുള്ള അവസരം പാർത്ഥസാരഥി ശ്രീ ഹരിപ്രസാദ് ക്യാപ്റ്റനായുള്ള കോയിപ്പുറം പള്ളിയോടവും ശ്രീ വിഷ്ണുവാർ നായർ ക്യാപ്റ്റനായുള്ള കിഴക്കനോദര കുന്നേകാടും ശ്രീ വിരുമോഹൻ ക്യാപ്റ്റനായുള്ള വരയന്നൂർ പള്ളിയോടവും ഇതാ ഏവാച്ച് പള്ളിയോടങ്ങളുടെ ആ രണ്ടാം പാദ മത്സരത്തിൽ അങ്ങനെ പങ്കെടുക്കുകയാണ്. കോയിപ്പുറം കിഴക്കനോദര കുന്നേക്കാട് വരയന്നൂർ പള്ളിയോടങ്ങൾ ഏവാച്ച് പള്ളിയോടങ്ങളുടെ രണ്ടാം പാദ മത്സരത്തിൽ ഇങ്ങനെ പങ്കെടുക്കുമ്പോൾ ഈ പമ്പയിൽ സപ്ത നദികളുടെയും സംഗമ സ്ഥാനമായി ഈ പമ്പ മാറുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഗംഗേവ യമുനെ ചൈവ ഗോദാവരി സരസ്വതി നർമ്മദ സിന്ധു കാവേരി ജലേസ്മിൻ സന്നിധം ഗുരു എന്ന് പാടിയതുപോലെ ഈ പമ്പയിൽ ഇപ്പോൾ സപ്ത നദീ സംഗമവും സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അത്ര പവിത്രമായ ഈ പമ്പാ നദി പിന്നെയും 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 പരമ പവിത്രയായി മാറുന്ന സുന്ദര ദൃശ്യങ്ങളുടെ ആവർത്തിച്ചുള്ള കാഴ്ചകൾ സജ്ജനങ്ങളെ നമുക്ക് ലഭ്യമായിക്കൊണ്ടിരിക്കുകയാണ്. ഏവാറ്റ് പള്ളിയോടങ്ങളുടെ രണ്ടാം പാദ മത്സരത്തിൽ കോയിപ്പുറം കിഴക്കനോദര കുന്നേക്കാട് വരയന്നൂർ പള്ളിയോടങ്ങളാണ് പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും മനോഹരമായ രീതിയിൽ ഈ പമ്പാനദിയുടെ ഈ കരകളിലും കരിച്ചുകൊണ്ട് നിൽക്കുന്ന ഒഡിഷാരക്ക് എല്ലാവർക്കും തന്നെ ആനന്ദാതിരേകം നൽകിക്കൊണ്ട് ഭഗവാന്റെ തിരുമുൽക്കാഴ്ചയായി ഓരോ കരയും ആ പദാരബിന്ദങ്ങൾ സമർപ്പിക്കുന്ന പള്ളിയോടങ്ങളുടെ ആ ഒരു സഞ്ചാരം, ആ ഒരു തുഴയൽ, ആ ഒരു താളം, ആ ഒരു പാട്ട് അങ്ങനെ 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 സർവ്വജനങ്ങൾക്കും സന്തോഷമേകിയങ്ങനെ നിൽക്കുമ്പോൾ എല്ലാവരും അതിനായ അധ്യക്ഷൻ പള്ളിയോട് സേവാ സംഘത്തിന്റെ ഏറ്റവും ബഹുമാനായ പ്രസിഡന്റ് കെ വി സാം ചെല്ലപ്പനാചാരി എന്നിവരുടെ നേതൃത്വത്തിൽ 2004 ഇടശ്ശേരിമല കിഴക്ക് പള്ളിയോടം നിർമ്മിച്ച് നീരഴിഞ്ഞത്. ഉത്രട്ടാതി ജലമേളയിൽ 2009, 10, 2019 എന്നീ വർഷങ്ങളിൽ മികച്ച പ്രകടനത്തിനുള്ള ട്രോഫി ഉൾപ്പെടെ വിവിധ ജലമേളകളിൽ പങ്കെടുത്ത് വിജയവും കരസ്ഥമാക്കിയിട്ടുള്ള പള്ളിയോടമാണ് ഇടശ്ശേരിമല കിഴക്ക്. ഇടശ്ശേരിമല കിഴക്ക് കുറിയന്നൂർ മഴുക്കൂർ പള്ളിയോടങ്ങൾ ഏവാച്ച് പള്ളിയോടങ്ങളുടെ മൂന്നാമത്തെ കീഴ്സ്ഥലങ്ങനെ തുഴഞ്ഞെത്തുകയാണ്. കുറിയന്നൂർ പള്ളിയോടം 1978-ലും 79-ലും ഉത്രട്ടാതി ജലമേളയിൽ 12 ട്രോഫി കരസ്ഥമാക്കിയ കുറിയന്നൂർ പള്ളിയോടം 14-ലും 18-ലും 2ാം സ്ഥാനവും നേടുകയുണ്ടായി. മഴുക്കൂർ പള്ളിയോടം 2017-ൽ പുതുക്കിപ്പണിത അതിമനോഹരമായ പള്ളിയോടം അങ്ങനെ തുഴയെറിഞ്ഞ് ഭഗവത് സന്നിധിയിൽ തുഴഞ്ഞെത്തുകയാണ്. ഇടശ്ശേരിമല കിഴക്ക് കുറിയന്നൂർ മഴുക്കൂർ പള്ളിയോടങ്ങൾ ഏവാച്ച് പള്ളിയോടങ്ങളുടെ 3ാം ഹീസിൽ പങ്കെടുത്തുകൊണ്ട് അങ്ങനെ തുഴഞ്ഞെത്തുമ്പോൾ സജ്ജനങ്ങളെ അതിമനോഹരങ്ങളായ കാഴ്ചകളുടെ ആവർത്തനങ്ങൾ നമുക്കിവിടെ ലഭിക്കുകയാണ്. ഭഗവാൻ പാർത്ഥസാരഥിയാൽ എന്താണ് നടക്കാത്തത്, ഭഗവാൻ പാർത്ഥസാരഥിയാൽ എന്താണ് സംഭവ്യമല്ലാത്തത് എന്ന് അതിശയത്തോടെ പ്രാർത്ഥിച്ചുകൊണ്ട് മുഖനെ വാഗ്നിയാക്കിയിടും മനകേറ്റും ഉടന്തനെ ആ കൃപാമൂർത്തിയാം കൃഷ്ണ പരമാത്മാവിനെ തൊഴാം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഓരോ ഉത്രട്ടാതി ജലമേള കഴിയുമ്പോഴും അടുത്ത വർഷം ഭഗവത് സന്നിധിയിൽ ഈ തിരുമുൽക്കാഴ്ച സമർപ്പിക്കുന്നതിനുള്ള കൈ മെയ് കരുത്തും
മനക്കരുത്തും വെള്ളേടവും പ്രാർത്ഥനയും ആത്മബലവും എല്ലാം നൽകണമേ എന്ന് അകമഴിഞ്ഞ് പ്രാർത്ഥിച്ചവർക്ക് ഭഗവാൻ മാർത്തണ്ഡസാരഥി ആ പ്രസാദം അകമറിഞ്ഞ് സമ്മാനിച്ചതിന്റെ കൃത്യമായ ബഹിസ്ഫുരണമാണ് നമ്മുടെ മുൻപിലൂടെ കടന്നു പോകുന്ന ഈ ഓരോ പള്ളിയോടവും. ഇടശ്ശേരിമല കിഴക്കും കുറിയന്നൂറും മഴുപ്പിയൂർ പള്ളിയോടങ്ങൾ ഈ ഏവാച്ച് പള്ളിയോടങ്ങളുടെ മൂന്നാമത്തെ ഫീസിൽ അങ്ങനെ മത്സരിക്കുമ്പോൾ പമ്പയുടെ ഇരുകരകളിൽ നിൽക്കുന്ന പുരുഷാരം ആനന്ദാതിരത്താൻ ആർക്കു വിളിക്കുകയാണ്. പാർത്ഥസാരഥിയുടെ തഴുകി തലോട് ഏറ്റുകിടക്കുന്ന 51 കരകളെ പ്രതിനിധാനം ചെയ്തുകൊണ്ട് ഈ പള്ളിയോടങ്ങൾ ഇങ്ങനെ നുഴഞ്ഞു നീങ്ങുമ്പോൾ ഇടശ്ശേരിമല കിഴക്കും കുറിയന്നൂറും മഴുക്ക് പള്ളിയോടങ്ങൾ ഏവാച്ച് പള്ളിയോടങ്ങളുടെ മൂന്നാം പാദ മത്സരത്തിൽ പങ്കെടുത്ത് ഇതാ സത്രക്കടവും തുഴഞ്ഞ് കടന്നിരിക്കുന്നു. ഇനി ഏവാച്ച് പള്ളിയോടങ്ങളുടെ 4ാം പാദ മത്സരത്തിൽ ഈവൻമഴിയും ഓതറയും ഈഴുകരയുമാണ് പങ്കെടുക്കേണ്ടത്. മാതൃഭൂമി ട്രോഫി നേടിയ പള്ളിയോടമാണ് ഓതറ പള്ളിയോടം. ക്യാപ്റ്റൻ ശ്രീ ജിഷ്ണു എസ് നായർ 1973, 74, 76, 1996 എന്നീ വർഷങ്ങളിൽ മന്നൻ ട്രോഫിയും 77-ലും 86-ലും 2ാം സ്ഥാനവും നേടിയ പള്ളിയോടമാണ് ഈഴുകര പള്ളിയോടം. ഈഴുവൻമഴിയും ഓതറയും ഈഴുകരയും ഭഗവാൻ പാർത്ഥസാരഥിയുടെ തൃപ്പാദങ്ങളെ സേവിച്ചൊഴുകുന്ന ദക്ഷിണ ഭാഗീരൊരു പമ്പയുടെ നെട്ടായത്തിലൂടെ അങ്ങനെ തുഴഞ്ഞെത്തുകയാണ്. ഭഗവാനെ എന്റെ കൃപാകടാക്ഷം ഒന്നുകൊണ്ട് മാത്രമാണ് ഞങ്ങൾക്ക് ഈ വർഷവും ഈ ഒരു പള്ളിയോട് സമർപ്പണത്തിൽ ഭാഗവാസികളാകാൻ കഴിയുന്നത് എന്ന് തികഞ്ഞ ബോധ്യത്തോടുകൂടി ഈഴുവൻമഴിയിലെയും ഓതറയിലെയും ഈഴുകരയിലെയും പള്ളിയോടങ്ങളിലെ സഹോദരന്മാർ അതാത് കരകളുടെ അഭിമാനം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഭഗവാൻ പാർത്ഥസാരഥിയുടെ പൂർണ്ണപ്രസാദം വിജയമെന്ന പൂർണ്ണപ്രസാദം ഇത്തവണ തങ്ങളുടെ കരയിലേക്കാണ് എത്തിച്ചേരേണ്ടത് എന്ന് അകമഴിഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് നാരായണായ നമ എന്നുള്ള മന്ത്രപദം ആരെങ്കിലും ജപതും ചേരും മുകുന്ദപദം തീരാതെ സംസ്കൃതി വിഷം തീരുമെന്നറിക മനോഹരേ ജപത നാരായണായ നമ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സർവജനങ്ങളിലും സർവ മതസ്ഥരിലും സർവ മതചിന്തയുള്ളവരിലും ഏകോദര സഹോദര ഭാവമുണർത്തിക്കൊണ്ട് വൈകുണ്ഠനാഥന്റെ കൃപാകടാക്ഷം എല്ലാ ജനങ്ങൾക്കും ശക്തിയായി പുണ്യമായി കീർത്തിയായി യശസ്സായി ദിവ്യ കാരുണ്യമായി ലഭിക്കട്ടെ എന്ന് അകമഴിഞ്ഞങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഈഴുവൻമഴിയും ഓതറയും ഈഴുകരയും അങ്ങനെ തുഴഞ്ഞ് കയറുകയാണ്. ഈഴുവൻമഴിയും ഓതറയും ഈഴുകരയും അങ്ങനെ ഒപ്പത്തിനൊപ്പമിതാ സത്രക്കിടവിൽ നമുക്ക് സാധാരണ സൃഷ്ടിച്ച് ഒപ്പത്തിനൊപ്പം എന്ന് തോന്നുന്ന വിധത്തിൽ അങ്ങനെ തുഴഞ്ഞു കയറുകയാണ്. പള്ളിയോട സേവാ സംഘം റെയിൽ കമ്മിറ്റി എല്ലാവിധമായ ആധുനിക സംവിധാനങ്ങളും പ്രായോഗികമാക്കിക്കൊണ്ടാണല്ലോ ഈ പള്ളിയോട സമർപ്പണത്തിന്റെ വിധിനിർണ്ണയം ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആശംസകൾ നേരാൻ വേണ്ടി പള്ളിയോട സേവാ സംഘം മുൻ പ്രസിഡന്റ് ശ്രീ പി കൃഷ്ണകുമാർ കൃഷ്ണവേണി അവരുടെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ബഹുമാന്യനായ യോഗ അധ്യക്ഷൻ പള്ളിയോട സേവാ സംഘത്തിന്റെ സമാരാധ്യനായ പ്രസിഡന്റ് ശ്രീ കെ.വി. സാമദേവൻ അവர்களுം ആയിരവും പള്ളിയോടം പുതുക്കിപ്പടുത്ത് വീട്ടിലിറങ്ങി ഈ കേരളത്തിലെ വിവിധങ്ങളായ ജലോത്സവങ്ങളിൽ പങ്കെടുത്തുകൊണ്ട് ഏറെ പ്രശംസ പിടിച്ചു പറ്റിയിട്ടുള്ള ആ അയിരൂർ പള്ളിയോടം ഏവാച്ച് പള്ളിയോടങ്ങളുടെ 5ാം പാദ മത്സരത്തിൽ പങ്കെടുക്കുന്നു. ക്യാപ്റ്റൻ ശ്രീ അജേഷ് ജി നായർ. അതുപോലെ തന്നെ കുണ്ടൻകാവ് പള്ളിയോടം നെഹ്റു ട്രോഫിയിലും ഇന്ദിരാഗാന്ധി ജലോത്സവത്തിലും അമൃതാനന്ദമയി ജലോത്സവത്തിലും ഒക്കെ പങ്കെടുത്ത് ഏറെ പേരും പെരുമയും ആർജിച്ചിട്ടുള്ള ആ അജിത് കുമാർ ക്യാപ്റ്റനായുള്ള കുണ്ടൻകാവ് പള്ളിയോടം. അതുപോലെ തന്നെ മല്ലപ്പുഴശ്ശേരി പള്ളിയോടം 71, 75, 2006, 2008, 2009, 2016 വർഷങ്ങളിൽ മന്നൻ ട്രോഫി കരസ്ഥമാക്കിയ മല്ലപ്പുഴശ്ശേരി പള്ളിയോടവുമാണ് ഇതാ ഏവാച്ച് പള്ളിയോടങ്ങളുടെ ഈ 5ാം പാദ മത്സരത്തിൽ അങ്ങനെ പങ്കെടുക്കുന്നത്. അയിരൂർ പള്ളിയോടം, കുണ്ടൻകാവ് പള്ളിയോടം, മല്ലപ്പുഴശ്ശേരി പള്ളിയോടം. ആഹാ, പത്താ സരസ്വരം എത്ര മനോഹരമായി കൂടുതൽ പ്രശോഭിക്കുകയാണ്. വൃക്ഷങ്ങളെന്നിട്ടും പച്ചപ്പുല്ലുകളെന്നുമേ പരന്നു സരസം പക്ഷി എഴുതങ്ങളിലെന്നുമേ കുയിൽനാദം പരന്നിടും കുഞ്ഞി ചങ്കാരമാർന്നുമേ എന്ന് സാക്ഷാൽ കാളിദാസൻ പാടിയതുപോലെ ഇരു കരകളിലും കൂട്ടു നിൽക്കുന്ന പുരുഷാരത്തിന് ആനന്ദാമൃതത്തെ സമ്മാനിച്ചുകൊണ്ട് ഏവാച്ച് പള്ളിയോടങ്ങളിലെ അയിരൂരും കുണ്ടൻകാവും മല്ലപ്പുഴശ്ശേരിയും ഇതാ 5ാം പാദ മത്സരത്തിൽ പങ്കെടുത്തുകൊണ്ട് ഈ ജലോത്സവത്തിലെ ആദ്യഘട്ട മത്സരത്തിൽ പങ്കാളികളായി കഴിഞ്ഞിരിക്കുകയാണ്.
ബി ബാച്ച് പള്ളിയോടങ്ങളുടെ ലൂസേഴ്സ് ഫൈനലിന്റെ റിസൾട്ട് പ്രഖ്യാപിക്കുകയാണ്. 1972 2000 2004 2006 2007 2019 വർഷങ്ങളിൽ മന്നൻ ട്രോഫി കരസ്ഥമാക്കിയ വേലികര പള്ളിയോടമിത അങ്ങനെ തുഴഞ്ഞെത്തുകയാണ്. ക്യാപ്റ്റൻ ശ്രീ പ്രവീൺ കുമാർ, അതുപോലെ തന്നെ നെല്ലിക്കൽ പള്ളിയോടം ശ്രീ അഖിൽ വർമ്മ ക്യാപ്റ്റനായുള്ള നെല്ലിക്കൽ പള്ളിയോടമിത പാടിത്തുഴഞ്ഞെത്തുന്നു. 9 തവണ മന്നൻ ട്രോഫിയിൽ മുത്തമിട്ട നെടുമ്പറയാർ പള്ളിയോടം ക്യാപ്റ്റൻ ശ്രീ പ്രവീൺ ടി നായർ ക്യാപ്റ്റനായുള്ള ആ നെടുമ്പറയാർ പള്ളിയോടം അങ്ങനെ 3 പള്ളിയോടങ്ങൾ ഏമാറ്റ് പള്ളിയോടങ്ങളുടെ 6ാം പാദ മത്സരത്തിൽ അങ്ങനെ തുഴഞ്ഞെത്തുകയാണ്. വേലികര, നെല്ലിക്കൽ, നെടുമ്പറയാർ പള്ളിയോടങ്ങൾ ഏമാറ്റ് പള്ളിയോടങ്ങളുടെ ഈ 6ാം പാദ മത്സരത്തിൽ പങ്കെടുക്കുകയാണ്. കോരിക്കുളിച്ചിടും തോറുമതിങ്കൽ നിന്ന് ഊടി വരുന്ന പുതിയ സുധാരസമെന്ന് പറഞ്ഞതുപോലെ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് പിന്നെയും പിന്നെയും കാണുവാൻ, കണ്ടു മാറ്റാതിരിക്കുവാൻ, ആവർത്തിച്ച് കൺപാർക്കുവാൻ ആവേശം സമ്മാനിച്ചുകൊണ്ട് എല്ലാ വേലികരയും നെല്ലിക്കലും നെടുമ്പറയാറും അങ്ങനെ പങ്കെടുക്കുകയാണ്. ഏമാറ്റ് വള്ളങ്ങളുടെ ഏമാറ്റ് പള്ളിയോടങ്ങളുടെ 6ാം പാദ മത്സരത്തിൽ 3 പള്ളിയോടങ്ങൾ അതിശയകരമായ രീതിയിൽ അതിമനോഹരമായ രീതിയിൽ പങ്കെടുത്തുകൊണ്ടേയിരിക്കുന്നു. വേലികര, നെല്ലിക്കൽ, നെടുമ്പറയാർ പള്ളിയോടങ്ങൾ ഏമാറ്റ് പള്ളിയോടങ്ങളുടെ 6ാം പാദ മത്സരത്തിൽ പങ്കെടുക്കുകയാണ്. നിങ്ങളുടെ മത്സരഫലം ഒന്നുകൂടി പ്രഖ്യാപിക്കുകയാണ്. ഈ ബാച്ചിലെ ലൂസേഴ്സ് ഫൈനലിലെ കോട്ടപ്പള്ളിശ്ശേരി, കടപ്പുറ, കീഴ്ക്കുഴൂർ, വയലങ്കര, വൻമഴി. ഒന്നുകൂടെ പറയാം, ലൂസേഴ്സ് ഫൈനലിൽ ബി ബാച്ചിലുള്ള പള്ളിയോടങ്ങൾ കോട്ടപ്പള്ളിശ്ശേരി, കടപ്പുറ, കീഴ്ക്കുഴൂർ, വൻമഴി. സമയം കൃത്യമായി നോക്കിയാണ് ഇത് മുന്നിൽ വന്ന വള്ളമല്ല നോക്കുന്നത്. സമയം കൃത്യമായി നോക്കി ഏറ്റവും കുറവ് സമയമുള്ള പള്ളിയോടങ്ങളാണ് കണക്കാക്കിയെടുത്തിട്ടുള്ളത്. ഫൈനൽ മത്സരത്തിൽ വരുന്ന ബി ബാച്ച് പള്ളിയോടങ്ങൾ കോറ്റാത്തൂർ, കോടിയാട്ടുകര, ഇടപ്പാവൂർ, മേപ്രം തൈമറോങ്കര. ഇതിന്റെ സമയം കൂടെ ഒന്ന് പറയാം. കോറ്റാത്തൂർ 3.58, കോടിയാട്ടുകര 4.2 സെക്കൻഡ്, ഇടപ്പാവൂർ 4.21, തൈമറവുങ്കര 4.22. ലൂസേഴ്സിനുള്ള പള്ളിയോടങ്ങളുടെ സമയം കോട്ടപ്പള്ളിശ്ശേരി 4.41, കടപ്പുറ 4.45, കീഴ്ക്കുഴൂർ 4.52, വൻമഴി 4.56. സർ, ആശംസകൾ നേരുന്നതിനായി ആ നിലയാവിന്റെ പാട്ടുകളും അമരത്തിലെ ആ കന്നക്കുമിളയിൽ എത്തിപ്പെട്ടവും നവഗ്രഹ സങ്കല്പത്തിലുള്ള ആ കുമിളകളും എല്ലാം ആ വാരക്കൊടിയും എല്ലാം ചേർത്തുകൊണ്ട് ആ പാർത്ഥസാരഥിയുടെ അനുഗ്രഹം ഒന്ന് മാത്രം ഇന്ധനമാക്കിക്കൊണ്ട്, പാർത്ഥസാരഥിയുടെ കരുതൽ ഒന്ന് മാത്രം കാവലാക്കിക്കൊണ്ട് ഓരോ കരയുടെയും അഭിമാനമായി ആ സഹോദരങ്ങൾ ഓരോ പള്ളിയോടത്തിലും ഏറിയങ്ങനെ വരുമ്പോൾ ഈ പമ്പാനദിയുടെ ഇരു കരകളിലും നിൽക്കുന്ന എല്ലാ ജനവും ജാതി മത ഭേദമന്യേ ഏകമനസ്കരായി ഏകചിന്തയോടുകൂടി ഒരേ താളമിട്ട് പറയുന്നു, പാർത്ഥസാരഥേ നിന്റെ കാരുണ്യം തന്നെയാണ് ഇതെല്ലാം. താളം പിഴയ്ക്കാത്ത പാട്ടുകാരും നല്ല മേളം കുഴപ്പാത്ത മകളക്കാരുമെന്ന് നമ്പ്യാര് പറഞ്ഞതുപോലെ എല്ലാം കൃത്യമായി ചേർത്ത് വെക്കപ്പെടുന്ന മൂന്ന് പള്ളിയോടങ്ങളുടെ ആ ഒരു അവതരണ സംഗമമാണ് നമ്മളിപ്പോൾ മണ്ണോളം എത്തായത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രയാർ പള്ളിയോടം, കുന്നംകോട്ട പള്ളിയോടം, കോലഞ്ചേരി പള്ളിയോടം ശ്രീ KP കണ്ണൻ ക്യാപ്റ്റനായുള്ള പ്രയാർ പള്ളിയോടം, ശ്രീ വിശ്വൻ ക്യാപ്റ്റനായുള്ള കുന്നംകോട്ട പള്ളിയോടം, ശ്രീ MS പ്രകാശ് കുമാർ ക്യാപ്റ്റനായുള്ള കോലഞ്ചേരി പള്ളിയോടം. അങ്ങനെ 3 പള്ളിയോടങ്ങൾ അതിവന്റെ സുന്ദരമായ ഒരു കാഴ്ചയും ഈ പ്രേക്ഷകർക്കായി സമ്മാനിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ശ്രീ കൃഷ്ണകുമാർ ആശംസകൾ നേർന്നുകൊണ്ട് സംസാരിക്കുകയാണ്. ബഹുമാന്യനായ അധ്യക്ഷൻ പള്ളിയോട സംഘത്തിന്റെ പ്രസിഡന്റ് ശ്രീ KV ശാന്തദേവൻ, ഈ യോഗത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട പള്ളിയോട സംഘം ഭാരവാഹികൾ, പ്രിയപ്പെട്ട സമ്പന്നരായ നേതാക്കൾ, പള്ളിയോട പ്രേമികളെ, പ്രിയപ്പെട്ടവരെ, തിരുവാറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ
പ്രതിഷ്ഠാ ദിനമായ ഉത്രട്ടാതി നാളിൽ നമ്മളുടെ പമ്പാ നദിയിൽ നടക്കുന്ന ഈ ജലമാമാങ്കത്തിന് ആദ്യമേ തന്നെ ആശംസ നേരുകയാണ്. ഒരുപക്ഷെ പമ്പാ നദിയുടെ ഇരുകരകളിലും പ്രത്യേകിച്ച് തോട്ടപ്പുഴശ്ശേരി ഇവിടെ നിന്ന് നോക്കുമ്പോൾ വളരെ മനോഹാരിത കാണുന്ന ഒരു പ്രദേശമാണ് തോട്ടപ്പുഴശ്ശേരി. ഇത്രയും മനോഹരമായി തോട്ടപ്പുഴശ്ശേരി ഇത്രയും മനോഹരമായി അവിടുത്തെ ഗാലറികളും അതുപോലെ അവിടെ കളിച്ചുകൂടുന്ന ആയിരക്കണക്കിന് ജലോത്സവ പ്രേമികൾക്ക് ആവശ്യമായ എല്ലാ സഹായങ്ങളും തോട്ടപ്പുഴശ്ശേരി ഗ്രാമപഞ്ചായത്തിന്റെ ഭാഗത്തു നിന്ന് ചെയ്തു കൊടുത്തിട്ടുണ്ട്. തോട്ടപ്പുഴശ്ശേരി പഞ്ചായത്ത് പള്ളിയോടങ്ങൾക്കുള്ള ഗ്രാന്റുകൾ നൽകുന്നുണ്ട്. ഞാൻ വ്യക്തിപരമായി പള്ളിയോട സേവാ സംഘത്തിന്റെ ഒരു ഭാഗം കൂടിയാണ്, മുൻ ഭാരവാഹി കൂടിയാണ്. നാട്ടിലെ ഓണം അവസാനിച്ചത് തന്നെ ഈ ഉത്രട്ടാതി ജലമേളയോടുകൂടിയാണ്. പ്രിയപ്പെട്ട എല്ലാവർക്കും, ഇവിടെ എത്തിച്ചേർന്ന മുഴുവൻ ആൾക്കാർക്കും, പ്രിയപ്പെട്ട എല്ലാ കാണികൾക്കും തോട്ടപ്പുഴശ്ശേരി ഗ്രാമപഞ്ചായത്തിന്റെ എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. തോട്ടപ്പുഴശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ആർ കൃഷ്ണകുമാറിനോടുള്ള നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ്. ആറന്മുള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ഷീജ ടി ജോജി അവരുടെ ആശംസകൾ അർപ്പിക്കുന്നതിനായി ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുകയാണ്. പോലെ അനന്തശൈല മാതൃകയിൽ പണിതീർത്തിട്ടുള്ള ആ പള്ളിയോടം ഇപ്പോൾ ഇതാ എവിടെ ഭഗവാൻ ചിറക് വീശി പറന്നു വരുന്നത് പോലെ ഭഗവാൻ കൃഷ്ണന്റെ നിറസാന്നിധ്യവും എത്തിക്കൊണ്ട് ഓരോ പള്ളിയോടവും ഒരു ഗരുഡ വാഹനമായി അങ്ങനെ ഒന്നുപോലെ ഒരുമയുടെ താളം പാടി ഒരുമയുടെ മേളം കൊട്ടി അങ്ങനെ എത്തിച്ചേരുകയാണ്. ഇടശ്ശേരി മലയും ഈശ്ശേരി മേലും ഇടയാർക്കുള്ള പള്ളിയോടങ്ങളും ആ അമരങ്ങൾ ഒരുപോലെ നിൽക്കുന്നതായി തോന്നുന്നു, ആ അണിയങ്ങൾ ഒരുപോലെ നിൽക്കുന്നതായി തോന്നുന്നു. പക്ഷേ പള്ളിയോട സംഘത്തിന്റെ റേസ് കമ്മിറ്റിയുടെ ഏറ്റവും നൂതനമായ ആ സംവിധാനങ്ങൾ, സാങ്കേതികമായ സംവിധാനങ്ങളാണ് സമയവും ടൈമിങ്ങും എല്ലാം കൃത്യമായി നിരീക്ഷിച്ച് റിസൾട്ടിലേക്ക് എത്തിക്കുന്നത്. റിസൾട്ട് എന്തുമാകട്ടെ, ആ ഒരുമയുടെ താളം, ആ അടുപ്പത്തിന്റെ ആവേശം, ആ സാഹോദര്യത്തിന്റെ ലയം, ആ ഒരുമയുടെ സംഗീതം തിരുവാരൂരത്തേറെ മഹാഭാഗ്യമാണല്ലോ ഈ കാഴ്ചകളിങ്ങനെ കാണാൻ കഴിയുന്നത്. ശ്രീ പത്മനാഭ ഭഗവാനെ, പാർത്ഥസാരഥേ, നീ തരുന്ന ആയുസ്, നീ തരുന്ന ആരോഗ്യം ഇതിനെല്ലാം ഉതകുവാൻ ഞങ്ങൾക്ക് കാരണമാകുന്നല്ലോ. വൈകുണ്ഠനാഥ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇടശ്ശേരി മലയും ഈശ്ശേരി മേലും ഇടയാറുമുള്ള പള്ളിയോടങ്ങളും ചത്രക്കടവ് കടന്നു കഴിഞ്ഞിരിക്കുന്നു. പമ്പാ നദിയുടെ ഇരുകരകളിലുമായി 10,000 10ാം പാദ മത്സരത്തിൽ ഇതാ അങ്ങ് കിഴക്ക് നിന്നും പതുക്കെ തുഴഞ്ഞെത്തുകയാണ്. അതിമനോഹരമായ ദൃശ്യവിരുന്ന് സമ്മാനിച്ചുകൊണ്ട്, എത്ര കണ്ടാലും മതിവരാത്ത അതിസുന്ദരമായ കാഴ്ച വിരുന്ന് സമ്മാനിച്ചുകൊണ്ട് ഈ പമ്പാ സരസ്വരത്തിൽ ഇരുകരകളിലുമായി നിൽക്കുന്ന 10,000 രോമാഞ്ചകം സമ്മാനിച്ചുകൊണ്ട്, പ്രത്യേകമായ ഉത്സാഹവും ഊർജവും സമ്മാനിച്ചുകൊണ്ട് 4 പള്ളിയോടങ്ങൾ അങ്ങനെ തുഴഞ്ഞെത്തുമ്പോൾ എത്ര മനോഹരമായ ഈ കാഴ്ച കൂടെ ആവർത്തനങ്ങൾ എത്ര തവണ ഉണ്ടായാലും ശരി, യാതൊരു വിധത്തിലും അത് യാതൊരു വിധമായ അലോസരങ്ങൾക്കും കാരണമാകുന്നില്ല. മറിച്ച് ഈ പള്ളിയോടങ്ങളുടെ അതിമനോഹരങ്ങളായ പള്ളിയോടങ്ങളുടെ കേരളീയ തത്വശാസ്ത്രത്തിന്റെ ഏറ്റവും പൂർത്തരൂപത്തിൽ വിശേഷിപ്പിക്കാവുന്ന 60% മാത്രം ജലോപരിതലത്തിൽ ഉയർന്നു കിടക്കുന്ന ആ പള്ളിയോടം ഏതാണ്ട് 20 അടിയിലധികം വരുന്ന അമരവും 7 അടി പൊക്കത്തിൽ നിൽക്കുന്ന അണിയവും ഒക്കെയായി അത്ഭുത മരുതന്തരായി മറ്റു ദേശക്കാരെ നിർത്തുന്ന അതിമനോഹരങ്ങളായ പള്ളിയോടങ്ങൾ. ഓരോ വിദേശിയും ആറന്മുളത്തേവരുടെ പള്ളിയോടം കാണുമ്പോൾ
ഇതെന്തൊരു അത്ഭുതമാണ്. ഇത്രയും പേരോടെ പള്ളിയോടത്തിൽ ഭഗവാനെ പള്ളിയോടൊന്നും ഇതിനെ ചേർത്ത് വിളിക്കുന്നത് തീർച്ചയായും പാർത്ഥസാരഥിയുടെ നിറസാന്നിധ്യം ഇതിനുള്ളത് കൊണ്ട് തന്നെയാണല്ലോ എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് എല്ലാ ജനങ്ങളും ഈ മേളയെ ഭക്തിയുടെ ഏറ്റവും വലിയൊരു പാരാതിഥ്യതയുടെ ഇളക്കം സംഭവിക്കുന്ന ഭക്തിയുടെ ഒരു ഉത്സവമായി തന്നെ കൊണ്ടാടുന്നു എന്നുള്ളത് തന്നെയാണ്. ആ ശ്രീപത്മനാഭ മുകുന്ദ പുരാന്തക നാരായണ നിന്നെ കാണുമാറാകണം എന്ന് പ്രാർത്ഥിച്ച് ആ ജലഘോഷയാത്ര നടക്കുന്ന വേള മുതൽ, അല്ലെങ്കിൽ കള്ളപ്പുറയിൽ നിന്ന് ഇറങ്ങി ഓരോ പള്ളിയോടവും ഈ പമ്പാസനത്തിലേക്ക് പതുക്കെ ഇറക്കപ്പെടുന്ന ആ ദിനം മുതൽ, ആ രാത്രികൾ മുതൽ ഓരോ കരയും പ്രാർത്ഥിക്കുകയാണ്. ഭഗവാനെ ശ്രീപത്മനാഭ, ഈ ആണ്ടിൽ പാർത്ഥസാരഥിയുടെ തിരുപ്രസാദമായ ആ വിജയത്തിന്റെ അടയാളങ്ങൾ തങ്ങളുടെ കരുതലിലേക്ക് എത്തിക്കുവാൻ ഞങ്ങൾക്ക് സാധ്യമാകേണ്ടത് എന്ന് അകമരിഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് ഏറെ സഹോദരങ്ങൾ 4 പള്ളിയോടങ്ങളിലായി ഇതാ തുഴഞ്ഞും പാടിയും അങ്ങനെ എത്തുകയാണ്. പാലക്കര, കാട്ടൂർ, തെക്കേമുറി, വെൺപാല, കതിർമംഗലം പള്ളിയോടങ്ങൾ തിരുവോണത്തോടിക്ക് ആദ്യ കമ്പടിക്കാരാകാൻ ഭാഗ്യം സിദ്ധിക്കുന്ന കാട്ടൂർ പള്ളിയോടവും 97 മന്നം ട്രോഫി കരസ്ഥമാക്കിയ പാലക്കര പള്ളിയോടവും പള്ളിയോട ചരിത്രത്തിൽ ഏറ്റവും പ്രശംസനീയമായ സ്ഥാനങ്ങളിൽ നിൽക്കുന്ന തെക്കേമുറിയും വെൺപാല, കതിർമംഗലവും എല്ലാം ആ 4 പള്ളിയോടങ്ങൾ കണ്ടില്ലേ. അങ്ങനെ തുഴഞ്ഞെത്തുമ്പോൾ ആകാശവീതിയിൽ ദേവവൃന്ദം ഹർഷോന്മാദത്താൽ തുള്ളിക്കളിക്കുന്നുണ്ടാവും എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. 4 പള്ളിയോടങ്ങൾ പാലക്കര, കാട്ടൂർ, തെക്കേമുറി, വെൺപാല, കതിർമംഗലം എന്നീ പള്ളിയോടങ്ങളും ഈ ജലോത്സവത്തിലെ ഏവാശ പള്ളിയോടങ്ങളുടെ അവരുടെ ആദ്യപാദ മത്സരത്തിൽ നിറഞ്ഞ മനസ്സോടെ പങ്കെടുത്തു കഴിഞ്ഞിരിക്കുന്നു. കൊടഞ്ചേരി ഗ്രാമപഞ്ചായത്തിന്റെ മുൻ പ്രസിഡന്റ് ശ്രീ റോഹിത് ഫിലിപ്പ് അവരുടെ ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. പാർക്കനും പാർക്കക്കാരിയും എന്നുള്ളത് അവിടെയാണ് വിജയം കാണുക. എൻ്റെ വ്യക്തിപരമായ പേരിലും മലക്കശ്ശേരി പഞ്ചായത്തിന്റെ പേരിലുമുള്ള എല്ലാ ആശംസകളും അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തിക്കൊള്ളട്ടെ. ഏവാശ പള്ളിയോടങ്ങളിലെ 11ാം പാദ മത്സരമാണ് ഇപ്പോൾ നടക്കുന്നത്. തെക്കേമുറി കിഴക്ക് ഇടയാറുമുള മാരാമൻ ചെറിയറമ്പ് പള്ളിയോടങ്ങൾ ഒരേ താളഭാവങ്ങളോട് ഏകതയുടെ ഏറ്റവും കൃത്യതയാർന്ന അടയാളങ്ങളായി ഇതാ പമ്പയുടെ നിർത്തായത്തിലൂടെ അങ്ങനെ തുഴഞ്ഞെത്തുകയാണ്. ഭഗവാനെ, അതിമനോഹരമായ മുഹൂർത്തങ്ങളാണല്ലോ ഞങ്ങൾക്ക് കാണാനായി ഈ പള്ളിയോടങ്ങളിലൂടെ ഈ സജ്ജനങ്ങൾക്ക് കാണാനായി ഞങ്ങൾക്ക് സമർപ്പിക്കാൻ കഴിയുന്നത് എന്ന ആത്മവിശ്വാസത്തെ ഹൃദയത്തിൽ നിറച്ചുകൊണ്ട് ആ സഹോദരങ്ങൾ ആ പള്ളിയോടങ്ങളിൽ അങ്ങനെ തുഴഞ്ഞും പാടിയും അങ്ങനെ എത്തുമ്പോൾ എത്ര മനോഹരങ്ങളായ വൃക്ഷങ്ങളുടെ ആവർത്തനം നമ്മുടെ ആയുസ് വർദ്ധിപ്പിക്കാൻ ഏറ്റവും വലിയ കാരണമാകുന്നു എന്ന തിരിച്ചറിവിൽ പമ്പാ നദിയുടെ ഇരുകരകളിലുമായി പല സഹസ്രം ജനങ്ങൾ അങ്ങനെ പോന്നു നിൽക്കുകയാണ്. തെക്കേമുറി കിഴക്ക് ഇടയാറുമുള ആരാമൻ ചിറയറമ്പ് പള്ളിയോടങ്ങൾ അങ്ങനെ വരികയാണ്. എവിടെ ഭഗവാൻ മറന്നെത്തുന്നത് പോലെ 4 പള്ളിയോടങ്ങൾ തെക്കേമുറി കിഴക്ക് ഇടയാറുമുള ആരാമൻ ചിറയറമ്പ് പള്ളിയോടങ്ങൾ കീർത്തിയും പ്രശസ്തിയും ഏറെയുള്ള 4 പള്ളിയോടങ്ങൾ, ഐതിഹ്യ പെരുമയും ചരിത്ര മഹിമയും ഏറെയുള്ള 4 പള്ളിയോടങ്ങൾ തെക്കേമുറി കിഴക്ക് ഇടയാറുമുള ആരാമൻ ചിറയറമ്പ് പള്ളിയോടങ്ങൾ ഈ വർഷം ഏവാശ പള്ളിയോടങ്ങളുടെ അവസാനമാത മത്സരത്തിലെ പങ്കാളികളായി ഇതാ ഈ സത്രക്കടവ് തുഴഞ്ഞു കയറുമ്പോൾ ദൈവമേ, ഇന്ന് ഏതാണ്ട് 1:30 മണിയോടുകൂടി ആരംഭിച്ച ആ ജലഘോഷയാത്രയുടെ മനോഹാരിത മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നല്ലോ. ഈ ബാച്ച് വള്ളങ്ങളുടെ പള്ളിയോടങ്ങളുടെ 5 പാദ മത്സരങ്ങളും ഏവാശ പള്ളിയോടങ്ങളുടെ 11 പാദ മത്സരങ്ങളും മനസ്സിലും ആ കണ്ണുകളിലും അങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണല്ലോ. ജയലാൽ ക്യാപ്റ്റനായിട്ടുള്ള വൻമലി പള്ളിയോടം ശ്രീ സതീഷ് എസ് പിള്ള ക്യാപ്റ്റനായുള്ള ശ്രീകൊഴൂർ വയലത്തല പള്ളിയോടം ശ്രീ കൃഷ്ണകുമാർ ക്യാപ്റ്റനായുള്ള കടപ്പുറ പള്ളിയോടം ശ്രീ അജീഷ് ക്യാപ്റ്റനായുള്ള തോട്ടപ്പുഴശ്ശേരി പള്ളിയോടം അങ്ങനെ 4 പള്ളിയോടങ്ങൾ പാടിക്കളിച്ച് അടിക്കളിച്ച് തുള്ളിക്കളിച്ച് ഭഗവാൻ പാർത്ഥസാരഥിയുടെ വിദ്യാനുഗ്രഹം ഇത്തവണ തങ്ങളുടെ കരയിലേക്ക് ഒരു ഉപകാരത്തിന്റെ രൂപത്തിൽ മുത്തമിട്ട് കൊണ്ടുപോകുവാൻ ഭഗവാനെ നിന്റെ കൃപയും കടാക്ഷവും തങ്ങൾക്ക് ലഭ്യമാക്കണമേ എന്ന് അകമലിഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ബാച്ച് പള്ളിയോടങ്ങളുടെ യൂസേഴ്സ് ഫൈനലിൽ പങ്കെടുക്കുന്ന
കിടക്കുന്ന ആ 4 പള്ളിയോടങ്ങളും ഒപ്പത്തിന് ഒപ്പം അങ്ങനെ നിൽക്കുകയാണ്. കരിവീരന്റെ മുമ്പിൽ സന്ധ്യാവേളയിൽ ക്ഷേത്ര സന്നിധിയിൽ കരിവീരന്മാരുടെ മുമ്പിൽ നെറ്റിപ്പട്ടം കെട്ടിയ കരിവീരന്മാരുടെ മുമ്പിൽ ആ ദീപത്തി അങ്ങനെ പിടിച്ചു നിൽക്കുന്നത് പോലെ കിഴക്കൻ ചക്ര പടിഞ്ഞാറൻ ആ കിഴക്കൻ ചക്രവാളത്തിൽ പതുക്കെ ചാഞ്ഞു തുടങ്ങിയ ആ ഒരു കറുപ്പിന്റെ പാലിക്ക് മുൻപിൽ നെറ്റിപ്പട്ടത്തിന്റെ ശോഭയെ ചേർത്ത് വെച്ചുകൊണ്ട് ആ അടനൊയമ്പിന്റെയും തുഴനൊയമ്പുകളുടെയും ചാരുത ചേർത്ത് വെച്ചുകൊണ്ട് ആ വായ്ത്താൽ ആ പള്ളിയോളങ്ങൾ ആ അത്ഭുത തരണികൾ അങ്ങനെ കടന്നു വരികയാണ്. ഭഗവാനെ പാർത്ഥസാരഥി, നിന്റെ ദിവ്യാനുഗ്രഹം ഞങ്ങളുടെ കരയ്ക്ക് സമ്മാനിക്കണമേ എന്ന് അദമ്യമായി അഭിലഷിച്ചുകൊണ്ട് അദമ്യമായി പ്രാർത്ഥിച്ചുകൊണ്ട് 4 പള്ളിയോടങ്ങൾ കോട്ടപ്പുഴശ്ശേരി, കടപ്പുറ, കീക്കൊഴു, വയലത്തല, വൻമഴി പള്ളിയോടങ്ങൾ ഇതാ ഈ ബാച്ച് പള്ളിയോടങ്ങളുടെ യൂസേജ് ഫൈനലിൽ അങ്ങനെ പങ്കെടുക്കുകയാണ്. ഔദ്യോഗികമായ വിജയപ്രഖ്യാപനമെല്ലാം പള്ളിയോട സേവാ സംഘത്തിന്റെ ഭാഗത്തു നിന്നും സാങ്കേതിക സംവിധാനത്തിന്റെ കൃത്യമായ അറിയിപ്പിനെ തുടർന്നാണ് ഉണ്ടാവുക. കമന്ററി പോസ്റ്റിൽ നിന്നുകൊണ്ട് വിജയികളെ പ്രഖ്യാപിക്കാനാവില്ല. ഈ കാഴ്ചയാണ്, ഈ കാഴ്ചയുടെ അത്ഭുതമാണ്, ഈ കാഴ്ചയുടെ ആവേശമാണ് നമ്മുടെ ഹൃദയ സ്പന്ദനത്തിന്റെ കൃത്യതയാർന്ന താളമായി നമ്മോടൊപ്പം ഉണ്ടാവുന്നത്. കോട്ടപ്പുഴശ്ശേരിയും കടപ്പുറയും ഈക്കൊടൂറും വയലത്തലയും വൻമഴിയും പങ്കെടുത്ത ഈ ബാച്ച് പള്ളിയോടങ്ങളുടെ യൂസേജ് ഫൈനൽ അങ്ങനെ സമങ്കടമതിന്റെ പര്യവസാനത്തിൽ എത്തിച്ചേരുമ്പോൾ ഇനി 3 ഫൈനൽ മത്സരങ്ങൾ കൂടി നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. എ ബാച്ച് പള്ളിയോടങ്ങളുടെ യൂസേജ് ഫൈനൽ, ബി ബാച്ച് പള്ളിയോടങ്ങളുടെ ഫൈനൽ, എ ബാച്ച് പള്ളിയോടങ്ങളുടെ ഫൈനൽ. അനാതലം, മഹാതലം, പ്രസാതലം, പാതാളം, സത്യലോകം, തമോലോകം, ജനലോകം, മണർലോകം, സുവർലോകം, ഭുവർലോകം, ഇവിടെ ഒന്നും കാണാനാവാത്ത അത്ഭുതകരമായ ഈ കാഴ്ച ഈ ഭൂലോകത്തിൽ ഈ പത്തനംതിട്ട ജില്ലയിൽ മധ്യതിരുവിതാംകൂറിന്റെ ഒത്തമധ്യത്തിൽ കിടക്കുന്ന ഈ ആറന്മുളയിൽ എത്രയോ പുരാണ പുണ്യ പ്രസിദ്ധമായ ആറന്മുള പത്താ സരസ്വരത്തിന്റെ പുണ്യം നിറഞ്ഞ എത്രയോ ചരിത്ര മഹിമ പേറുന്ന ഈ പത്തനംതിട്ട ജില്ല, ഈ പത്തനംതിട്ട ജില്ലയുടെ അഴകമാത്മാവുമായി ഉത്തരത്താതി ജലോത്സവത്തിലെ ഈ വർഷത്തെ ഈ വാക്ക് പള്ളിയോളങ്ങളുടെ ആവേശോജ്ജലമായ ഫൈനൽ മത്സരം നടക്കുകയാണ്. കോട്ടാത്തൂർ, കൈതകോടി, കോടിയാട്ടുകര, ഇടപ്പാവൂർ, മേപ്പന് ഗരുഡ ഭഗവാൻ പാഞ്ഞെത്തുന്നത് പോലെ അങ്ങനെ പാഞ്ഞെത്തുകയാണ്. ആ 4 പള്ളിയോടങ്ങൾ പള്ളിയോടങ്ങളുടെ ഈ ഫൈനൽ മത്സരത്തിൽ 4 പള്ളിയോടങ്ങളും അങ്ങനെ തുഴഞ്ഞെത്തുന്ന നയനാനന്ദകരമായ ഭക്തിനിർഭരമായ ആവേശദായകമായ ആ കാഴ്ചയാണ് സജ്ജനങ്ങളെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കോട്ടാത്തൂർ, കൈതകോടി, കോടിയാട്ടുകര, ഇടപ്പാവൂർ, മേപ്പുറം, കൈമനമങ്കര എന്ന 4 പള്ളിയോടങ്ങൾ അങ്ങനെ തുഴഞ്ഞെത്തുകയാണ്. അന്തിച്ചമ്മാനത്ത് അർക്കദേവൻ കാത്തു നിൽക്കുന്നു. അനുകര സാധാരണമായ അഴകി നിറഞ്ഞ ആത്മാവുള്ള ഈ ജലോത്സവത്തിന്റെ അനന്താൻ പറയാൻ അർക്കദേവൻ ഇപ്പോഴും കാത്തു നിൽക്കുകയാണ്. അന്തിച്ചമ്മാനം നടന്നിട്ട് പോലും പക്ഷികൾ കൂടറിയുന്നില്ല. ആറന്മുള ദേവരുടെ തിരുസന്നിധിയിൽ നടക്കുന്ന അതിമനോഹരമായ ഈ ചടങ്ങിന് സാക്ഷ്യം വഹിക്കുവാൻ ആയിരങ്ങൾ, പതിനായിരങ്ങൾ പമ്പയുടെ ഇരുകരകളിലുമായി ഇപ്പോഴും ഇതാ കാത്തു നിൽക്കുന്നു. കോട്ടാത്തൂർ, കൈതകോടി, കോടിയാട്ടുകര, ഇടപ്പാവൂർ, മേപ്പുറം, കൈമറമങ്കര എന്ന പള്ളിയോടങ്ങൾ പങ്കെടുത്ത ഈ ബാച്ച് പള്ളിയോടങ്ങളുടെ ആവേശോജ്ജലമായ ഫൈനൽ മത്സരവും ഇപ്പോൾ ഇതാ ഇവിടെ സമങ്കളം അതിന്റെ പൂർത്തിയിലേക്ക് എത്തിച്ചേരുകയാണ്. പ്രാർത്ഥനയോട് സമങ്കളം ആ ദീപാച്ച് പള്ളിയോടങ്ങളുടെ ഫൈനൽ മത്സരവും സമങ്കളം ഇതിനെ പര്യവസാനിക്കുകയാണ്. എ ബാച്ച് പള്ളിയോടങ്ങളിൽ ലൂസേഴ്സ് ഫൈനലിലും ഫൈനലിൽ യോഗ്യത നേടിയ കുറിയന്നൂർ, കോയിപ്പുറം, കീഴുകര, ഓതറ, അയിരൂർ, മല്ലപ്പുഴശ്ശേരി, ഇടശ്ശേരിമല, കിഴക്ക്, മേലുകര പള്ളിയോടങ്ങളെ എത്രയും പെട്ടെന്ന് തന്നെ ടക്ക് ചെയ്ത് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ പരപ്പഴക്കളവിലേക്ക് എത്തിക്കണമെന്ന് അറിയിക്കുകയാണ്. റെസ്ക്യൂ കമ്മിറ്റിയുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് എ ബാച്ച് ലൂസേഴ്സ് ഫൈനലും എ ബാച്ചിലെ ഫൈനൽ മത്സരവും ഉടൻ തന്നെ നടക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് കുറിയന്നൂർ, കോയിപ്പുറം, കീഴുകര, ഓതറ, അയിരൂർ, മല്ലപ്പുഴശ്ശേരി, ഇടശ്ശേരിമല, കിഴക്ക്, മേലുകര പള്ളിയോടങ്ങളെ എത്രയും പെട്ടെന്ന് തന്നെ ടക്ക് ചെയ്ത് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ എത്തിക്കേണ്ടതാണ്. മത്സര വള്ളംകളി അവസാനിക്കാൻ കേവലം നിമിഷങ്ങൾ മാത്രമേ ഉള്ളൂ. സുരക്ഷാ കാരണങ്ങളാൽ ഇനിയും വൈകാൻ പാടില്ല. അതുകൊണ്ട് തീർച്ചയായും പള്ളിയോടങ്ങളെ എത്രയും പെട്ടെന്ന് തന്നെ ടക്ക് ചെയ്ത് മുകളിലെത്തിക്കണം. കുറിയന്നൂർ, കോയിപ്പുറം, കീഴുകര, ഓതറ, അയിരൂർ, മല്ലപ്പുഴശ്ശേരി, ഇടശ്ശേരിമല, കിഴക്ക്,
മേലുകര പള്ളിയോടങ്ങളെ എത്രയും പെട്ടെന്ന് തന്നെ ടഗ് ചെയ്ത് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ എത്തിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ആവർത്തിച്ചു പോരുകയാണ്. ആ ആവർത്തനത്തിന്റെ അനുഗ്രഹം, ആ ആവർത്തനത്തിന്റെ ആനന്ദം എല്ലാ മനുഷ്യർക്കും ആയുസ് വർദ്ധിപ്പിക്കുന്നതിനുള്ള അനിവാര്യ ഘടകങ്ങളായി നിലനിൽക്കുന്നു, തുടരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷകരമായ കാര്യം. ഇനിയിപ്പോൾ നടക്കേണ്ടത് ഏമാറ്റ് പള്ളിയോടങ്ങളുടെ ലൂസേഴ്സ് ഫൈനലാണ്. കോഴിപ്പുറം പള്ളിയോടം, കുറിയന്നൂർ പള്ളിയോടം, ഈഴുകര പള്ളിയോടം, ഓതറ പള്ളിയോടം എന്നീ 4 പള്ളിയോടങ്ങളാണ് ഏമാറ്റ് പള്ളിയോടങ്ങളുടെ ലൂസേഴ്സ് ഫൈനലിൽ പങ്കെടുക്കേണ്ടത്. ആ പള്ളിയോടങ്ങൾ പലപ്പുഴക്കടലിൽ നിന്നും അധികം വൈകാതെ തന്നെ ഈ സത്രക്കടലിലേക്ക് അതിമനോഹരമായ ലക്ഷ്യവിരുന്ന് സമ്മാനിച്ചുകൊണ്ട് ആവേശത്തിന്റെ അലകടൽ സൃഷ്ടിച്ചുകൊണ്ട് അലയായി തിരകളെ ആകാശത്തോളം ഉയർത്തിക്കൊണ്ട് കടന്നു വരുവാൻ സർവ്വജനങ്ങളും പ്രാർത്ഥനയോടെ കാത്തിരിക്കുകയാണ്. പമ്പയുടെ നെട്ടായത്തിൽ അങ്ങ് ആകാശ മേലാത്തിലേക്ക് നോക്കി ആ നെറ്റിപ്പട്ടത്തിലെ കുമിളകൾ എത്ര മനോഹരമായ നക്ഷത്ര ജാലത്തെയാണ് തീർത്തു കൊടുക്കുന്നത്. അത് കാണുമ്പോൾ അങ്ങ് അമ്പലവീതിയിൽ കാത്തുകാത്തു നിൽക്കുന്ന ദേവവൃന്ദം ആഹ്ലാദാതിരേകത്താൽ മറ്റെല്ലാം മറന്ന് ജയ് ജയ് വൈകുണ്ഠനാഥ എന്ന് വിളിക്കുന്ന അത്ഭുതകരമായ പ്രത്യാഗമത്തിന്റെ മുഴക്കം ഈ പമ്പാനദിയുടെ എല്ലാ ഇടങ്ങളിലും അങ്ങനെ നിറഞ്ഞു കവിയുകയാണ്. ഒപ്പത്തിനൊപ്പമെന്നോ ഇഞ്ചോടിഞ്ചെന്നോ നെല്ലിനൊപ്പമെന്നോ പറയാവുന്നത് പോലെ കുറിയന്നൂരും ഈഴുകരയും ഓതറയും അങ്ങനെ തുഴഞ്ഞു കയറുകയാണ്. ഭഗവാനെ, എന്തൊരു വിസ്മയമാണിത്, എന്തൊരു അത്ഭുതമാണിത്. അത്ഭുത തരുണികൾ, വിസ്മയ തരുണികൾ ഇതാ ഒപ്പത്തിനൊപ്പമെന്ന് എല്ലാ സാധാരണ കണ്ണുകൾക്കും ബോധിക്കുമാറുള്ള അങ്ങനെ തുഴഞ്ഞു കയറിയിരിക്കുന്നു കുറിയന്നൂരും ഈഴുകരയും ഓതറയും. അത് ഐക്യത്തിന്റെ താളമാണ്, അത് ഒരുമയുടെ സംഗീതമാണ്, അത് ഒരുമയുടെ താളമാണ്, അത് സ്വരുമയുടെ സംഗീതമാണ്. എ ബാച്ച് ഫൈനൽ മത്സരമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനകത്ത് 4 പള്ളിയോടമാണുള്ളത്. പാൽ എത്തുന്നത് പോലെ 4 പള്ളിയോടങ്ങൾ അങ്ങനെ നമ്മുടെ മുൻപിലേക്ക് ഏവാച്ച് പള്ളിയോടങ്ങളുടെ ഫൈനൽ റൗണ്ടിൽ പങ്കെടുത്തുകൊണ്ട് അങ്ങനെ കടന്നു വരികയാണ്. ഭഗവാനെ, എത്ര മനോഹരമായ കാഴ്ചയാണ്. അത്ര വേഗത്തിൽ പള്ളിയോടങ്ങൾ പാഞ്ഞെത്തുകയാണ്. അത്ര വേഗത്തിൽ ദണ്ഡചക്രം, ധർമ്മചക്രം, കാളിചക്രം, വിഷ്ണുചക്രം, ഇന്ദ്രചക്രം, വജ്രാസ്ത്രം, ശൈവശൂലമായി എന്ന് വേണ്ട അത്ഭുത ബാണത്തിന്റെ അതിവേഗതയാർന്ന ആ സൗന്ദര്യത്തോടുകൂടി 4 പള്ളിയോടങ്ങൾ ഇതാ തുഴഞ്ഞു കയറുകയാണ്. അയ്യൂർ, കണ്ണപ്പുറശ്ശേരി, ഏഴുകര, ഇടശ്ശേരിമല കിഴക്ക് 4 പള്ളിയോടങ്ങൾ ഭഗവാൻ പാർത്ഥസാരഥിയോട് തിരുസന്നിധിയിൽ നടന്ന ഏമാറ്റ് പള്ളിയോടങ്ങളുടെ ഫൈനൽ മത്സരത്തിൽ ഇതാ പഴപ്പുഴ കടവിൽ നിന്നും സത്രക്കടവിലേക്ക് തുഴഞ്ഞു കയറിയിരിക്കുന്നു. ആറന്മുള വള്ളംകളി 2025 1-ാം സ്ഥാനം മേലുകര, 2-ാം സ്ഥാനം അയിരൂര്, 3-ാം സ്ഥാനം മല്ലപ്പുഴശ്ശേരി, 4-ാം സ്ഥാനം ഇടശ്ശേരിമല കിഴക്ക്. പ്രിയ സഹോദരങ്ങളെ, ഈ വർഷത്തെ ഉത്തരട്ടാതി ജലോത്സവത്തിലെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഫൈനൽ മത്സരവും ലൂസേഴ്സ് ഫൈനൽ മത്സരവും കഴിഞ്ഞിരിക്കുന്നു. ഈ ബാച്ചിന്റെയും ഫൈനൽ മത്സരവും ലൂസേഴ്സ് ഫൈനലും കഴിഞ്ഞിരിക്കുന്നു. അതിന്റെ റിസൾട്ട് പോയിരിക്കുന്നു. ബഹുമാനിയെ, ഇതിനിടയ്ക്ക് തന്നെ മറ്റു തരത്തിലുള്ള ട്രോഫികൾ നേടിയിട്ടുള്ളവരുടെ പേര് പറയുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ടത് ആർ ശങ്കർ മെമ്മോറിയൽ ട്രോഫിയാണ്. കൂറുമൂലം കൈ കണ്ടേ